ഒരു കുഞ്ഞ് ജനിച്ച് വീണാൽ എങ്ങനെ അവരുടെ വിദ്യാഭ്യാസം അറ്റ്ലീസ്റ്റ് 18 വയസ്സ് കഴിയുന്നത് വരെ എങ്ങനെ കേരളത്തിൽ വളർത്തണം എന്നുള്ള രീതിയിലൊരു പ്ലാൻ വേണം. അവരെ എങ്ങനെ പഠിപ്പിക്കണം, ഏതൊക്കെ ശൈലിയിൽ പഠിപ്പിക്കണം, അവരെ ഏതൊക്കെ രീതിയിൽ വളർത്തിക്കൊണ്ട് വരണം എന്നുള്ള പ്ലാൻ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിന്ന് രക്ഷ തേടാനൊരു മാർഗ്ഗമായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഡ്രഗ്സിൻ്റെ സംവിധാനത്തിന് മാത്രമല്ല. നമ്മൾ ഈ ഡ്രഗ്സ് മാത്രം മാറ്റി വെച്ചോളൂ. നമ്മൾ ഡ്രഗ്സിനെ എല്ലാം മാറ്റി വെക്കുക. ഡ്രഗ്സ് ഇല്ലാത്തൊരു കേരളത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. അവിടെയും ഈ പറയുന്ന പ്രശ്നം വലുതാണ്. ഈ പറയുന്ന പ്രശ്നം സാമൂഹ്യ ജീവി അല്ലാതെ വിദ്യാർത്ഥികൾ വളർന്നു വരുന്നുള്ള ഒരു സാമൂഹ്യ ജീവില്ല. നിങ്ങളുടെ വീടിന് അടുത്തുള്ള ആൾക്കാരെ കുറിച്ചിട്ട് നിങ്ങളുടെ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടീനോട് ചോദിച്ചു നോക്കും, നിങ്ങളുടെ അടുത്തുള്ള ഒരു 5 വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത് വെച്ചാൽ അവൻ അറിയുന്നുണ്ടാവില്ല. അവൻ ആരാണെന്ന് അറിയില്ല, അവൻ എങ്ങനെയാണ് പെരുമാറുന്നത് അറിയില്ല, അത് ഏത് ശൈലത്തിലാണ് അവർ ജീവിക്കുന്നത് അറിയില്ല, ആരാണ് അവർ ജീവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ഇന്നത്തെ സംവിധാനം അങ്ങനെ ഒരു വലിയ സംവിധാനത്തിൽ അപ്പം നമ്മൾ ഡ്രഗ്സ് മാത്രമല്ല ഈ പറയുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മാറ്റുന്നത്. കുട്ടികളെ നന്നലാക്കാൻ ഇറങ്ങുമ്പോൾ ഡ്രഗ്സ് മാത്രമല്ല, പിന്നെ എന്താണ് നമ്മൾ ഡ്രഗ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡ്രഗ്സ് എന്ന് പറയുന്നത് വലിയ രീതിയിൽ ഉണ്ണിസാർ നേരത്തെ പറഞ്ഞൊരു വലിയ രീതിയിൽ കമ്പോളമായി മാറി. ഈ കമ്പോളത്തെ നേരിടേണ്ടത് ഈ 4 or 5 പേര് അല്ല എന്താണ് 5 or 25 വർഷം മുന്നേ നിയമം വെച്ചിട്ട് ആ നിയമത്തിന് വില വെച്ചത് ഒന്നും നടക്കില്ല. ഇന്നത്തെ കാലത്തിന് എന്താ അനുയോജ്യമായ നിയമം, ആ നിയമം ഉണ്ടാക്കാൻ നിയമസഭയ്ക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്.